പക്ഷെ സാധാരണ ഇന്ത്യക്കാരൻ്റെ H1B വിസ വരുമ്പോൾ എന്താ പറയുന്നത്? അവർ ഇന്ത്യയിലോട്ട് തിരിച്ചു വരട്ടെ, ഇവിടെ എന്ത് കുന്തം ചെയ്യാൻ. ഇവരുടെ മക്കൾക്കൊക്കെ അറിയാം ഇന്ത്യയിൽ യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് യാതൊരു ചാൻസും ഇവരുടെ മക്കളെ ഹിന്ദിയും പഠിപ്പിച്ചിട്ടില്ല. ഇത് പല ആൾക്കാർക്ക്, പല പിള്ളേർക്ക് ഹിന്ദിയൊന്നും അറിയത്തൊന്നുമില്ല. ചെറുതായിട്ട് അതും ഇതൊക്കെ സംസാരിക്കും. ഇവരുടെയൊക്കെ ഭാഷയൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് പറയാൻ പോകുന്നത്. പല RSSൻ്റെ ഐഡിയലോഗ്. ഇവരുടെ മക്കളൊക്കെ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഇത്രയോ പേരുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ കപടതയാണ് ബേസിക്കലി മോദി ഗവൺമെൻറ് കാണിക്കുന്നത്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരൻ അവൻ്റെ ജോലി H1B പോകുമ്പോൾ അവനോടൊക്കെ തിരിച്ചു വരാൻ ഇവിടെ എന്ത് കുന്തം ഉണ്ടായിട്ടാ? എന്തുകൊണ്ട് ഇതേപോലെയുള്ള മന്ത്രിമാരുടെയും MP-മാരുടെയും BJP നേതാക്കളും അവരോട് പറയുന്നില്ല അവരുടെ മക്കളെ തിരിച്ചു വിളിക്കാൻ? ഇവരൊക്കെ ഇവിടുത്തെ വലിയ സ്കൂളുകളും വലിയ കോളേജിലും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചതാ. ഇവരോടൊക്കെ ഇവർ വലിയ രീതിയിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. ഇവരൊക്കെ എവിടാ പഠിച്ചിരുന്നത്? ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും, അവിടുത്തെ നമ്പർ 1 യെയിൽ, ഇതേപോലെ യൂണിവേഴ്സിറ്റികളിലാണ് ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇതാണ് സത്യമെന്ന് പറയുന്നത്. ആ സത്യത്തെ മുഴുവനും കുഴിച്ചു മൂടിയിട്ട് സ്വദേശി കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യൻ ബ്രെയിൻ വെളിയിൽ പോകുന്നതെന്ന് പറയുന്നു. ഇന്ത്യൻ IT അത് തിരിച്ചു വരാൻ വേണ്ടി, അത് ശക്തമാക്കാൻ വേണ്ടി തിരിച്ചു വരാൻ പറയുന്നു. ഇന്ത്യയെ ശക്തമാക്കാൻ വേണ്ടി തിരിച്ചു വരാൻ പറയുന്നു.